നമ്മളെല്ലാവരും നേടണം എന്നാഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ വേണം, മുന്നേറണം, വളരണം എന്നാഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹത്തിൽ യാതൊരു തെറ്റുമില്ല. അത് തെറ്റാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണ്, അതൊരു ശുദ്ധ അബദ്ധമാണ്. നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഈ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മൾ ഏത് തലത്തിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു ചോദന നമ്മളിൽ നിറച്ചുകൊണ്ടാണ്. ഈ ഒരു ചോദന നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു അഭിനിവേശം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന കണ്ടെത്തലുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ശാസ്ത്രീയമായ കണ്ടെത്തലായിക്കോട്ടെ, സാഹിത്യപരമായ നേട്ടങ്ങളായിക്കോട്ടെ, കലാപരമായ നേട്ടങ്ങളായിക്കോട്ടെ, ആത്മീയതയിലേക്ക് നമ്മൾ പോകുന്നതായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം നമ്മളിപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടി മുന്നേറി പൂർണ്ണമായൊരു സംതൃപ്തിയിലേക്കുള്ള ഒരു സെർച്ചാണ്, ഒരു പ്രയാണമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത് തെറ്റായ ഒരു ആത്മീയതയാണ്. അതായത് ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ളൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക. അതിൽ ശ്രീനിവാസൻ ചെയ്യുന്ന ഒരു കഥാപാത്രം ശബരിമലയ്ക്ക് പോകാൻ മാല എടുത്തതിന് ശേഷം പിന്നെ ആ മാല ഊരാതെ നിത്യസന്യാസിയായിട്ട് മാറുകയാണ്. ആ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ നേരിട്ട് ദൈവത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ നേരിട്ട് ആത്മീയതയിലേക്ക് എത്തി, ഈ ഒരു സ്ട്രഗിളൊന്നും കൂടാതെ തന്നെ. അദ്ദേഹം ഒരു വലിയ റിച്ചായിട്ടുള്ളൊരു മനുഷ്യനെ കണ്ടെത്തുന്നു ശബരിമലയിൽ. അപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ വളരെ റിച്ചായി ഇഷ്ടം പോലെ പണവും ആർഭാടവും എല്ലാമായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ, അതെല്ലാം മടുത്ത് പിന്നീട് അതെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി തീർന്നു. അയാളുടെ സ്വന്തം കഥ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവുന്നു. അങ്ങനെ അയാൾ പറയുന്നൊരു കാര്യമാണ്, ഞാനിതൊന്നുമില്ല, എന്തിനാണ് അങ്ങനെ സന്യാസം സ്വീകരിക്കാനായിട്ടാണെങ്കിൽ പിന്നെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് സന്യാസം സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നാരായണത്തുറാന്തൻ ചെയ്യുന്നത് പോലെ കല്ലുരുട്ടി മുകളിൽ എത്തിച്ചിട്ട് പിന്നെ ഉരുട്ടി താഴെ ഇടേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ പിന്നെ താഴെ തന്നെ ഇരുന്നാൽ പോരെ എന്ന് പറയുന്നത് പോലെ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഞാൻ ഈ കഷ്ടപ്പാടൊന്നും കൂടാതെ തന്നെ നേരിട്ട് ആത്മീയതയിലേക്ക് എത്തിയൊരു വ്യക്തിയാണെന്നുള്ളത്. അപ്പം അങ്ങനെ നേരിട്ട് ആത്മീയതയിലേക്ക് പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം അടിച്ചമർത്തി എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് സ്വയം ഭാവിച്ചും സ്വയം വിശ്വസിച്ചും ആത്മീയതയിലേക്ക് പോകുന്ന ആളുകൾ. അങ്ങനെയുള്ളവരോട് സത്യത്തിൽ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അതായത് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ അവരിങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അടിച്ചമർത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും പ്രകൃതി അവർക്ക് കൊടുത്തിട്ടുള്ള ചോദനയാണ് അവർ അടിച്ചമർത്തി വെച്ചിരിക്കുന്നത്. അവരതുകൊണ്ട് മുന്നേറുന്നില്ല, അവർ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. അവർക്ക് ഒരിക്കലും ഒരു ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടായില്ല. കാരണം ആത്മീയത അവർക്ക് എത്തുന്നത് തന്നെ ഈ കല്ലുരുട്ടി മുകളിൽ എത്തിയതിന് ശേഷം അത് താഴെ ഇടുമ്പോഴാണ്. അതാണ് നാരായണത്തുറാന്തൻ കാണിക്കുന്ന കഥ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു ഉന്നതിയിലെത്താതെ നിങ്ങൾക്കൊരിക്കലും ഇതിനെ താഴേക്ക് ഇടാൻ കഴിയില്ല. ആ ഉന്നതിയിലെത്തിയതിന് ശേഷം നിങ്ങൾ താഴേക്കിടുന്നത് നിങ്ങളുടെ ഈഗോ ആണ്, നിങ്ങളുടെ അഹങ്കാരമാണ്. അതായത് നിങ്ങളുടെ എല്ലാ കഴിവുകളെയും റിലീസ് ചെയ്ത് അതിൻ്റെ പരമോന്നതയിൽ എത്തിയതിനു ശേഷം അവിടെ ഒരു സംഭവിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് കഴിവ് കൂടി, നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരവും അല്ലെങ്കിൽ ആർഭാടങ്ങളും പണവും ഒക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂടെ ഇൻക്രീസ് ചെയ്യുന്നൊരു സാധനമാണ് ഈഗോ എന്ന് പറയുന്നത്, നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പ് ലെവലിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അഹങ്കാരവും ഒരു ടോപ്പ് ലെവലിലെത്തുന്നുണ്ട്. അതും ഓക്കെയാണ്, അത് നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ അവിടെ എത്തിയതിനു ശേഷം ആ അഹങ്കാരത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മീയനാവുന്ന വ്യക്തി. അല്ലാതെ നിങ്ങൾ നിന്നിടത്ത് തന്നെ നിൽക്കുകയും എല്ലാ ആഗ്രഹങ്ങളെയും ബലികഴിക്കുകയും ഒന്നും ആവാതെ മരിക്കുകയും ചെയ്യുന്നതിനെയല്ല ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നത് ആ ചോദനയ്ക്കനുസരിച്ച് മുന്നേറുക, അത് ധാർമ്മികമായ മാർഗങ്ങളിലൂടെ, അന്യായമായിട്ടല്ല. അങ്ങനെ മുന്നേറാനുള്ളൊരു ചോദന നമുക്കുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അതിനെ പിന്തുടരുകയും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ പൂർണ്ണമായും റിലീസ് ചെയ്യുകയും ചെയ്യണം, അതിനെ പൂർണ്ണതയിലെത്തിക്കണം. അതാണ് നമ്മുടെ എല്ലാം നിയോഗം എന്ന് പറയുന്നത്. മനുഷ്യനൊരു പർപ്പസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഒരു പർപ്പസിലൊന്നുമല്ല മനുഷ്യൻ ജനിക്കുന്നത്. പക്ഷേ അവനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ഇതാണ് അവൻ്റെ പർപ്പസ്. ഇതാണ് അവന് ഈ പ്രകൃതി നൽകിയിട്ടുള്ളതിൻ്റെ എന്താണോ അവന് ജന്മനാ കിട്ടിയിട്ടുള്ളത് അതിനെ അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരിക്കൽ നമ്മുടെ പ്രശസ്തയായിട്ടുള്ള ഒരു സാഹിത്യകാരി മാധവിക്കുട്ടി
പറയുന്നുണ്ട്, ചിറക് തന്നിട്ട്, പ്രകൃതി നമുക്ക് ചിറക് തന്ന ഒരു പക്ഷിയാണെങ്കിൽ ഈ ചിറക് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ഒരിക്കലും ഉപയോഗിക്കാതെ പറക്കാതെ ആ കിളി മരിച്ചു പോയാൽ എന്തൊരു അവസ്ഥയാണല്ലേ. അതുപോലെയാണ് നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈ പൊട്ടൻഷ്യൽ റിലീസ് ചെയ്യാതെ, നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളുടെ ഒരു പൂർത്തീകരണം സംഭവിപ്പിക്കാതെ നമ്മൾ മരണമടഞ്ഞാൽ നമുക്ക് എന്താണോ പ്രകൃതി തന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഈശ്വരൻ, ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള എന്താണോ അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാതെ നമ്മുടെ ജീവിതം അവസാനിച്ചാൽ അത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മുടെ പാട്ട് പാടാതെ നമ്മൾ ഈ ലോകം വിട്ടുപോവുകയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് സത്യമാണ്, അതിൽ തെറ്റില്ല, തീർച്ചയായിട്ടും ആഗ്രഹിക്കണം. പക്ഷേ നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് നേടാനും കഴിയുള്ളൂ. അപ്പം നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്താണ് കൊടുക്കുന്നത്? നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും? നമ്മൾ എന്ത് കൊടുത്താലാണ്? നിങ്ങൾക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കൊണ്ടാരും പണം തരില്ല, അല്ലേ? നിങ്ങൾക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തത്തുല്യമായത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം കിട്ടുള്ളൂ. പണം എന്ന് ഞാനിവിടെ മനഃപൂർവ്വം ഉപയോഗിച്ചത് കാരണം നമ്മുടെ ഈ ലോകത്ത്, ഭൗതിക ലോകത്ത്, ആ ഭൗതികതയിൽ നിങ്ങളുടെ സക്സസ്സിനെ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്, അളക്കുന്നത് പണം കൊണ്ടാണ്. ഒരു സംശയമില്ല ഈ കാര്യത്തിൽ. പണമെന്ന് പറയുന്നത് തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പൂർണ്ണമായും പറയട്ടെ, സമ്പത്തെന്ന് പറയുന്നത് ദൈവികമായ ഒന്നായിട്ടാണ് തന്നെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ദൈവികത എത്രമാത്രം ഉണ്ടെന്ന് അളക്കാൻ കഴിയും നിങ്ങളുടെ സമ്പത്ത് വെച്ച് തന്നെയാണ്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആത്മീയതയുടെ പര്യായമായി മാറിയതൊക്കെ എന്നാണെന്ന് എനിക്കറിയില്ല. അത് ആരാണ് അങ്ങനെ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ സന്യാസിമാരൊക്കെ എല്ലാം ത്യജിച്ച് നടക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇതൊന്നും വേണ്ടാന്ന് വെച്ചതുകൊണ്ടൊക്കെ ആയിരിക്കാം സമ്പത്തെന്ന് പറയുന്നത് എന്തോ മോശം കാര്യമാണെന്നോ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്തൊക്കെയോ മോശം കാര്യമാണെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെയൊക്കെ ഉള്ളിൽ, പലരുടെ ഉള്ളിൽ അതുണ്ടായിരുന്നു. എനിക്കിതുണ്ടായിരുന്നു സത്യമായും. ഞാൻ കുട്ടിക്കാലത്ത് ഈ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ മോശം കാര്യമാണെന്ന് വിചാരിച്ച ആളാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല. നമ്മളിൽ ദൈവികത നിറയുമ്പോൾ, ദൈവികമായ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ സാമ്പത്തികമായ അഭിവൃദ്ധി തേടാൻ തുടങ്ങും. നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും, സ്വാഭാവികമായി തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ദൈവികത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളാണ്. ഈ കഴിവുകളെ ആണ് നമ്മൾ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജം എന്ന് പറയും, അല്ലേ? പണമെന്ന് പറയുന്ന ഊർജ്ജമെന്ന് ആൾക്കാർ പറയും. ഊർജ്ജം എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഊർജ്ജത്തെ നമ്മൾ നോട്ടാക്കി മാറ്റുകയല്ല, അങ്ങനെയല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത്, അല്ലേ? ഈ ചില സിദ്ധന്മാരൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ അതല്ല സാധനം. ഊർജ്ജമായി നമ്മളിൽ ഉണ്ട് ഈ സാധനം, എല്ലാം ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഊർജ്ജമായിട്ട്. പക്ഷേ ഈ ഊർജ്ജമായിട്ടുള്ളൊരു സാധനത്തിനെ മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഒരു റോ മെറ്റീരിയൽ ഒരു പ്രോഡക്റ്റായി മാറുന്നതിനൊരു പ്രോസസ്സുണ്ട്. എന്നുള്ള ഈ റോ മെറ്റീരിയൽ ആണ് ഈ ഊർജ്ജം. അതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അതായത് ഒരു കുശവൻ ആ മണ്ണുകൊണ്ട് പല ഷേപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. അവൻ അതിൽ എക്സ്പെർട്ട് ആണെങ്കിൽ ഏത് സാധനം വേണമെങ്കിലും അവൻ ഉണ്ടാക്കും, ഏത് ഷേപ്പിൽ വേണമെങ്കിലും അവൻ ഉണ്ടാക്കി തരും. എന്ന് പറയുന്ന പോലെ ഈ ദൈവികമായ ഊർജ്ജം നമ്മളിലുണ്ട്. അത് റോ മെറ്റീരിയലാണ്, ഈ മണ്ണാണ്. ഇത് വെച്ച് നമുക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്യാം. അത് ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പം നിങ്ങൾ ഈ ഊർജം വെച്ച് നിങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്, അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള റിട്ടേൺ നിങ്ങൾക്ക് വരും. നിങ്ങൾ പണം ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് പണമായി വരും. അപ്പോൾ നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്, നിങ്ങൾക്കതിന് എത്രമാത്രം സാധ്യമാണ്, നിങ്ങളുടെ സാധ്യത എത്രമാത്രമാണെന്നാണ് ഇപ്പോൾ നിങ്ങൾ കരുതുന്നത്. അതാണ് നിങ്ങൾ എനിക്ക് മറുപടിയായിട്ട് തരേണ്ടത്. സോ പ്ലീസ് കമൻറ്റ് ദാറ്റ്.